Okay, Maklay, so this is the continuation of the story, that is The Mystery of Language. It is the story of Helen Keller and how her life changed when a person arrived in her life. Who was that person? Her teacher, her mentor, Anne Sullivan. Okay, I hope you read the lesson properly. So here is a continuation. Let's listen. Take page number 54 and also a pencil. I became impatient at her repeated attempts and seizing the new doll. I dashed it upon the floor. I was delighted when I felt the fragments of the broken doll at my feet. I felt neither sorrow nor regret. I had not loved the doll. In the still, dark world in which I lived, there was no strong feeling. I felt my teacher sweep the fragments to one side, and I had a sense of satisfaction that the cause of my discomfort was removed. She brought me my hat, and I knew I was going out into the warm sunshine. This knowledge made me skip with pleasure. So she became impatient at her repeated attempts and seizing the new doll. So she wanted to grab a hold of her new doll. I dashed it upon the floor. പെട്ടെന്ന് അവളുടെ പുതിയ ഡോൾ അതിനെ സീസ് ചെയ്യാൻ നോക്കിയപ്പോൾ, അതിനെ വാങ്ങിയെടുക്കാൻ നോക്കിയപ്പോൾ അത് താഴെ വീണ് പൊട്ടി. I was delighted when I felt the fragments of broken doll. Fragments means what? Broken pieces. So she was delighted, she was happy to see that her doll was broken at that time. ആ ഒരു സമയത്ത് അത് താഴെ വീണ് പൊട്ടിയതോർത്ത് അവൾ ഡിലൈറ്റഡ് ആയി. ഐ ഫെൽറ്റ് നൈദർ സോറോ നോ റിഗ്രറ്റ്. അവൾക്ക് സങ്കടമോ അല്ലെങ്കിൽ ഒരു വേദനയോ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു തോന്നലോ ഇതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോട്ട് ലവ് ദ ഡോൾ. അവൾക്ക് ആ ഡോള് അവൾ അത്ര പ്രിയപ്പെട്ടതായി കണ്ടിരുന്നില്ല. ഇൻ ദ സ്റ്റിൽ ഡാർക്ക് വേൾഡ് ഇൻ വിച്ച് ഐ ലിവ്ഡ്, അവൾക്കൊന്നും കാണാതെ അവളുടെ കണ്ണിന് ചുറ്റും ഇരുട്ടാണ്, അല്ലേ? അവളുടെ മനസ്സിലും ഇരുട്ടാണ്. നോട്ട് ഇൻ എ മൈൻഡ് നൗ, ബട്ട് ഷീ ഈസ് ടോട്ടലി ഇൻ ഡാർക്ക്നെസ്, അല്ലേ? അവളുടെ ആ ഒരു ഡാർക്ക്നെസ്സോട് കൂടിയ ആ ഒരു ലൈഫിൽ, ആ ഒരു വേൾഡിൽ ദർ വാസ് നോ സ്ട്രോങ് ഫീലിങ്സ്. അവൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ ഫെൽറ്റ് മൈ ടീച്ചർ സ്വീപ്പ് ദ ഫ്രാഗ്മെന്റ്സ് ടു വൺ സൈഡ്. അങ്ങനെ അവൾ കാണുന്നുണ്ട്, അവൾ അറിയുന്നുണ്ട് അവളുടെ ടീച്ചർ ആ പൊട്ടിപ്പോയ പീസസ് എല്ലാം ഒരു സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഷീ ബ്രോട്ട് മീ മൈ ഹാറ്റ്. യെസ്, ആൻഡ് സളിവൻ ബ്രോട്ട് ഹെർ ഹാറ്റ്. നമ്മുടെ ഹെലന് അവളുടെ ഹാറ്റ് കൊണ്ടുവന്ന് കൊടുത്തു. ദെൻ ഷീ ന്യൂ ദാറ്റ് ഷീ വാസ് ഗോയിങ് ഔട്ട്സൈഡ് ടു വാം സൺഷൈൻ. ദിസ് നോളജ് മെയ്ഡ് മീ സ്കിപ്പ് വിത്ത് പ്ലഷർ. അവൾക്ക് വളരെയധികം സന്തോഷം. അവൾക്ക് ഹാറ്റ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായി അവൾ പുറത്തേക്ക് പോകാൻ പോവുകയാണ്. യെസ്, and she was very much happy. We walked down the path to the well house, attracted by the fragrance of honeysuckle with which it was covered. അങ്ങനെ അവൾ പുറത്തേക്ക് ആ വെൽ ഹൗസിനടുത്തേക്ക് ചെന്നു. അവിടെ ധാരാളം പൂക്കൾ പിടിച്ചു നിന്നിരുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, that is honeysuckle, and it was covered all over. Someone was drawing water and my teacher placed my hand under the spout. Yes, somebody was drawing the water. പണ്ടൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പൈപ്പ്, മുൻപ് നമുക്ക് ടാപ്പ് പോലെ അല്ലായിരുന്നു, അല്ലാണ്ട് ഇങ്ങനെ പുള്ളി ഇന്നത്തെ കൈൻഡിലുള്ള ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. യെസ്, ആൻഡ് ദർ വാസ് ദിസ് വെൽ ഹൗസ് ആൻഡ് സംബഡി വാസ് ഡ്രോയിങ് വാട്ടർ ഫ്രം ഇറ്റ്. കണ്ടോ? ദർ വാസ് ദിസ് പേഴ്സൺ ഹു ഇസ് ഡ്രോയിങ് വാട്ടർ ആൻഡ് ദർ ഇസ് ഹെലൻ കെല്ലർ ഇൻ ദ പിക്ചർ ആൻഡ് ഓൾസോ Anne Frank. So Anne placed Helen's hand under the spout. Spout means what? An outlet through which the water comes out. ആ വെള്ളം വരുന്ന ആ സ്ഥലത്തേക്ക് അവളുടെ കൈ ഹെലൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. യെസ്, as the cool stream gushed over one hand, she spelled into the other the word water. Yes, before we found out that Anne was teaching Helen the difference between water and mug. വാട്ടറിൻ്റെയും മഗ്ഗിൻ്റെയും ഡിഫറൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നമ്മുടെ ഹെലൻ അത് മനസ്സിലായോ? ഇല്ല. ബട്ട് നൗ വെൻ ഹെലൻ placed her hand below the spout, a huge stream of water flowed into her hand, and suddenly
ഷീ സ്പെൽഡ് ദ വേർഡ്. എന്താണ്? ആൻഡ് പറഞ്ഞു കൊടുത്തു ഇതെന്താണെന്ന്. വാട്ടർ. ഇറ്റ് ഈസ് വാട്ടർ. WATER, വാട്ടർ. I stood still, my whole attention fixed upon the motion of her fingers. അവൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചു അവൾ എന്താണ് എഴുതുന്നത്, ആൻ എന്താണ് നമ്മുടെ ഹെലൻ്റെ കയ്യിലേക്ക് എഴുതുന്നതെന്ന് അവൾ കൂടുതലായി ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. Suddenly I felt as though I was starting to understand what the motions meant. Suddenly she understood what she was writing in her hand. And somehow I understood the mystery of language. പെട്ടെന്ന് അവൾക്ക് ലാംഗ്വേജിൻ്റെ മിസ്റ്ററി എന്താണെന്ന് തുറന്നു കൊടുത്തു. ആര്? നമ്മുടെ ആൻ സള്ളിവൻ. I knew then that water meant the wonderful cool thing that was flowing over my hand. So suddenly she understood water is the cool thing that was flowing on her hand. That word awakened my soul, gave it hope and set it free. ആ ഒരു അവേക്കനിങ് അവൾക്ക് എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു മൊമെൻറ്റ്, ഷീ ഫെൽറ്റ് ദാറ്റ് സംതിങ് ദർ വാസ് ഹോപ്പ്. അവളുടെ ലൈഫിൽ ഹോപ്പ് ഉണ്ട്. ആൻഡ് ഇറ്റ് അവേക്കൻഡ് ഹെർ സോൾ ആൻഡ് ഇറ്റ് വാസ് സെറ്റ് ടു ഫ്രീ. There were barriers still, it is true, but barriers that could be in time be swept away. ഇപ്പോഴും ബാരിയേഴ്സ് ഉണ്ട്. അവൾക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ തരണം ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇറ്റ് കുഡ് ബി സ്വെപ്റ്റ് അവേ ബൈ ദ ടൈം. അവളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന തോന്നൽ അവളിൽ ഉണ്ടാക്കി. യെസ്. I left the Bell House eager to learn. Everything had a name and each name gave birth to a new thought. അവൾ ആ വെൽ ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൾ മനസ്സിലാക്കി she had to learn many new things. She now knew that everything has got a name and also each name gave birth to a new thought. പുതിയ ചിന്തകളിലേക്ക് ആ വാക്കുകൾ, ആ പേരുകൾ അവളെ കൊണ്ടെത്തിച്ചു. As we returned to the house, every object that I touched seemed to come to life. അവൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൾക്കുണ്ടായ ഫീലിംഗ്, whatever objects she touched came to life. That was because I saw everything with a strange new sight that had come to me. അവൾ പറയാണ്, ഞാൻ കാണാൻ ശ്രമിച്ച ഓരോ കാര്യങ്ങളും എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. On entering the door, I remembered the doll I had broken. ആ വാതിൽ തുറന്നപ്പോൾ, അവൾ അകത്തേക്ക് കയറിയപ്പോൾ അവളുടെ മനസ്സിലേക്ക് വന്ന എന്താണ്? She remembered the doll she broke. Yes, I felt my way to the pieces and I tried vainly to put them all together. അവൾ ആ പീസസ് ഒക്കെ അവൾ കണ്ണടച്ച്, കണ്ണ് കാണില്ല. യെസ്, there is darkness everywhere. She touched the pieces with her hand and she vainly tried to put it back all together. Then my eyes filled with tears. പക്ഷെ പിന്നെയോ അവളുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. Her eyes filled with tears. I realized what I had done and for the first time I felt regret and sorrow. അവൾക്ക് അവൾ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായി. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായി അവൾ ചെയ്തത് തെറ്റായിപ്പോയി. അവൾക്ക് സങ്കടം കൊണ്ട് അവളുടെ മനസ്സ് നിറയാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. യെസ്, ഐ ലേൺഡ് എ ഗ്രേറ്റ് മെനി ന്യൂ വേർഡ്സ് ദാറ്റ് ഡേ. അവൾ കുറേയധികം പുതിയ വാക്കുകൾ പഠിച്ചു ആ ദിവസം. I do not remember what they all were, but I do know that mother, father, sister and teacher were among them. അവൾ അന്ന് കുറേയധികം പുതിയ വാക്കുകൾ പഠിച്ചു. എല്ലാം ഒന്നും അവൾക്ക് ഓർമ്മയിലില്ല, പക്ഷേ കുറച്ച് വാക്കുകൾ അവളുടെ ഓർമ്മയിലുണ്ട്. എന്താണതൊക്കെ? മദർ, അമ്മ, ഫാദർ, സിസ്റ്റർ ആൻഡ് ടീച്ചർ. വേർഡ്സ് ദാറ്റ് were to make the world open for me. ആ വാക്കുകളൊക്കെ അവൾക്ക് വളരെയധികം വിലപ്പെട്ടതായിരുന്നു. It was very valuable to her. It would have been difficult to find a happier child than I as I lay in bed at the end of that day and thought over the joys it had brought me. അന്നേ ദിവസം രാത്രി അവൾ ഉറങ്ങാൻ കിടന്നപ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു, എന്നെ പോലെ ഇത്ര സന്തോഷമുള്ള ഇന്നത്തെ ദിവസം അവൾ സന്തോഷിച്ച പോലെ ഒരു കുട്ടിയും ഈ ലോകത്ത് സന്തോഷിച്ചിട്ടുണ്ടാവില്ല. യെസ്, she was thinking about all the joys that brought her that day.
For the first time I longed for a new day to come. അങ്ങനെ ആദ്യമായി അവളുടെ മനസ്സിൽ ആഗ്രഹിച്ചു, ഒരു പുതിയ ദിവസത്തിന് വേണ്ടി അവളുടെ മനസ്സ് കൊതിച്ചു. Until then she was not ready for a new day. എല്ലാ ദിവസവും ഭയങ്കര അധികം ബോറിംഗ് ആയിട്ട് ഭയങ്കര ഡാർക്ക്നെസ് നിറഞ്ഞതായ അവളുടെ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ after the arrival of Anne Sullivan, her life was changed forever and she was longing for a new day to come. She learned many new words. Her life was opened. അവളുടെ spirit, she finally knew that there was hope. She let her soul fly after that. അവൾ വീണ്ടും ഉയരങ്ങളിലേക്ക് പറന്നു. ഓരോ ദിവസവും അവൾക്കൊരു പുതിയൊരു ഹോപ്പാണ് കൊടുത്തത്. യെസ്, ദിസ് ഇസ് ദി സ്റ്റോറി ഓഫ് ഹെലൻ കെല്ലർ ആൻഡ് ആൻ സലിവൻ. ഓക്കെ, സോ മക്കളെ, ലെറ്റ്സ് ലേൺ ദി ന്യൂ വേർഡ്സ്. As you've learned yesterday, നമ്മൾ അണ്ടർലൈൻ ചെയ്തു, പോർച്ച് is kind of like an entrance to a house. ഒരു വീട്ടിലേക്കൊരു എൻട്രൻസ് പോലെയാണ് പോർച്ച്. Honeysuckle is a popular garden plant with full of perfumed flowers. Lingered means moved slowly. Prayed had a harmful effect. Anger and bitterness had preyed upon me എന്ന് പറഞ്ഞാൽ anger and bitterness had a harmful effect on me. Languor means tiredness of body or mind. Tangible means what? If something is tangible, you can touch it. തൊടാൻ പറ്റുന്ന എന്തിനെയാണ് tangible എന്ന് പറയുന്നത്. Reveal, show something. Flushed എന്താ? Excited. Flushed means excited because you have achieved something. Uncomprehending means what? Not in an understanding way. മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ. The way she was writing in her hand. മനസ്സിലാക്കാൻ പറ്റിയ ആർക്ക്? നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കല്ല. Helen understood what she was writing in her hand. Helen understood what Anne Sullivan was writing in Helen's hand. That is uncomprehending way. Tussle means what? Argument. Despair എന്ന് പറഞ്ഞാൽ എന്താണ്? The loss of all hope or confidence. എല്ലാം നഷ്ടപ്പെട്ടു പോയ, എല്ലാ ഹോപ്പും നഷ്ടമായി എന്നുള്ള അവസ്ഥ. Fragments means broken pieces. Well house is what? A small room near the wall. Near a well. Spout is an outlet through which the water comes out. Barriers is problems that make progress difficult. നമ്മൾ മുൻപോട്ട് പോകുന്തോറും നമ്മളുടെ മുൻപിൽ കുറേ അധികം ബാരിയേഴ്സ് ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്ത് വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. യെസ്, that is called barriers. So മക്കളെ, this is the story of Helen Keller. You have to read the story very well. Okay, understand the story. This is a very beautiful story. കേട്ടോ? Okay മക്കളെ, take care. Have a nice day.